ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കേക്ക് വ്ളോഗാണ്. നമുക്കിന്ന് 2 കേക്ക് കൊടുക്കാണ്ടായിരുന്നു. 2 ടയറിൻ്റെ 2 കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് വാഞ്ചോ ഫ്ലേവറും ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വെഡ്ഡിങ്ങിനും ഒന്ന് ബർത്ത്ഡേക്കും ആയിരുന്നു കേട്ടോ ചെയ്യാണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ 2 വാഞ്ചോ ആയിട്ടുണ്ട് കേട്ടോ. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ചിട്ടല്ലല്ലോ ബേക്ക് ചെയ്യുക. നമുക്ക് വാഞ്ചോ ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ ബേക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വേറെയും അതുപോലെ തന്നെ വനിലേൻ്റെ സ്പഞ്ച് വേറെയാണല്ലോ ബേക്ക് ചെയ്യുക. അതും 2 ടയറായിട്ട് ചെയ്യുമ്പോൾ ഒറ്റ ടയറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം സൈസിലുള്ള ടിന്നിൽ 2 എണ്ണത്തിൽ ഇപ്പോൾ 2 കിലോൻ്റെ കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇത് നമുക്ക് 6 ഇഞ്ചിൻ്റെ ടിന്നിലും ചെയ്യണം, അതുപോലെ 8 ഇഞ്ചിൻ്റെ ടിന്നിലും ബേക്ക് ചെയ്യണം. വാഞ്ചോൻ്റെ കേസാണ് പറയണേട്ടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ 2 വാഞ്ചോനെ വേണമല്ലോ. അപ്പോൾ ഒന്നിൽ നമുക്ക് വാനിലും ഒന്ന് വെച്ചാൽ 8 ഇഞ്ചിൻ്റെയിൽ വാനിലും 6 ഇഞ്ചിൻ്റെയിൽ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചും ബേക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടും 2 ലെയർ വേണ്ട. എന്ന് വെച്ചാൽ 6 ഇഞ്ചിൻ്റെ കേക്കിൽ നമുക്ക് വാനില സ്പഞ്ചും ബേക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റേ ചോക്ലേറ്റ് സ്പഞ്ചും ബേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടാകെ താളം പറഞ്ഞ് ചെയ്ത് വന്നപ്പോൾ 2 കേക്കും വാഞ്ചോ ഫ്ലേവറായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വാനിലേൻ്റെ സ്പഞ്ചും ചോക്ലേറ്റിൻ്റെ സ്പഞ്ചും സെയിം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് 2.5 കിലോയോളം ഉണ്ട് കേട്ടോ ഓരോരോ കേക്കും. അപ്പോൾ ടോട്ടൽ ഒരു 2 കിലോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ 2.5 കിലോ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടോ ചെരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ആ ഒരു രീതിയിൽ തന്നെ ഐസിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം കൊടുത്തപ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് കാരണം അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിനെ നന്നായിട്ടൊന്നും കൂടി ക്രം കോട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഐസിങ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ആയാലും അത് ആ ഒരു ചെരിഞ്ഞുകാണ്ട് കാണും. എത്ര ശ്രദ്ധിച്ചാലും എത്ര തന്നെ ക്രീം ഇട്ടാലും ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് കാണും. ഇത് ഏച്ചുട്ടിയാൽ മോയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലെ കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഐസിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ള സർഫ് കളർ എന്ന് വെച്ചാൽ ബ്ലൂ കളർ കേക്ക് നമുക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് നമുക്ക് വെഡ്ഡിങ്ങിനും താഴത്തെ ലെയർ റെഡും മുകളിലത്തെ ലെയറല്ല ടയർ കേട്ടോ അത് വൈറ്റും ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കേക്കാണ് നമ്മൾ ആ ചെറിഞ്ഞ കേക്ക് നന്നാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കേക്ക് കേട്ടോ. അത് നമ്മൾ കുറേ ക്രീമൊക്കെ തേച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എവിടേക്കാണ് ക്രീം കൂടുതലുള്ളത് എവിടേക്കാണ് ക്രീം കുറവുള്ളതെന്ന്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നമ്മുടെ ആ ഒരു പല്ലുണ്ടല്ലോ, ആ ഒരു സ്ക്രാപ്പറിൻ്റെ ആ പല്ല് ശരിക്കും അങ്ങോട്ട് തട്ടണില്ല. അപ്പോൾ അവിടെ ക്രീം കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ക്രീം തേച്ചിട്ട് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ക്രീം എത്തും കേട്ടോ. നമ്മൾ മറ്റേ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലപോലെ ഈ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 കേക്കിനെയും അവിടെ ഫിനിഷിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബർത്ത്ഡേ കേക്കുമ്പോഴുള്ളത് കുറച്ച് കാർസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കാർ തീം കേക്കായിരുന്നു. ടോട്ടലി ബ്ലൂ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ കളറും അതുപോലെ കാറിൻ്റെ കളറും ഒക്കെ ബ്ലൂ മതി, വേറെ കളറൊന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൈ ബ്ലൂ ആണ് കേട്ടോ അവിടെ. സ്കൈ ബ്ലൂ അല്ല, ഐസ് ബ്ലൂ, രണ്ടും സെയിം, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 ആയാലും കൊടുക്കാം കേട്ടോ. ഞാൻ ഐസ് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് അതുപോലെ ഫോണ്ടൻറ്റിൽ പരത്തിയിട്ട് കാറിൻ്റെ കട്ടർ ഇതാണ് കേട്ടോ. ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. നമ്മളിത് ടോപ്പിലേക്ക് വെക്കുന്ന കാറാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അത് അത്യാവശ്യം കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാറ് കട്ടിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് ലൂസ് ടൈപ്പാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് നല്ല മഴയുള്ള ദിവസമായിരുന്നു. പിന്നെ നമുക്ക് ഡ്രൈ ആക്കാനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, നന്നായിട്ട് തന്നെ CMC പൗഡർ ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഹാർഡ്നെസ് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഓവനിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഓവനിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് ഓവൻ ഓണാക്കിയിടുക, ഏറ്റവും കുറഞ്ഞ ഹീറ്റിൽ കേട്ടോ. എന്നിട്ട് അത് ഓഫാക്കിയ ശേഷം നമുക്ക് ഈ ഒരു എന്താ പറയുക, നമുക്ക് ഫോണ്ടൻ്റ് ഉണക്കാനുള്ള ഫോണ്ടൻ്റൊക്കെ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബേസിൽ തന്നെയാണ് വെച്ചെടുക്കാറുള്ളത്. അതിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക ചെയ്യാറുള്ളത്. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മുടെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അലിഞ്ഞു പോകും കേട്ടോ. അപ്പം പണി കിട്ടും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. നമുക്ക് ഒരു വെയിലത്ത് നിൽക്കുമ്പോഴൊരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് മതി കേട്ടോ ഓവന്. അതിനുശേഷം കാറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 എന്നുള്ള ലെറ്റർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കുറച്ച് കളറ് സ്കൈ ബ്ലൂവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതിൽക്ക് ഡാർക്ക് കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറ് മിക്സ് ആക്കിയിട്ട്
നമ്മൾ വീണ്ടും പരത്തിയെടുത്തിട്ട് ഓരോന്നിനും ബ്ലാക്ക് ടയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ആ കാറിൻ്റെ ടയറിൻ്റെ സ്ഥാനത്ത് ഫിക്സ് ആക്കിയ ശേഷം, ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യാറുള്ളത്. എഡിബിൾ ഗ്ലൂ ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ടച്ച് ചെയ്താലും അതവിടെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. വലിയ അങ്ങനെ നമ്മൾ ഡെലിവറിക്ക് പോവുകയാണ്. ഇത് കുറച്ച് ലോങ് ഉണ്ട്, നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. അതെവിടെ വെച്ചാൽ പരപ്പനങ്ങാടിയാണ് കൊണ്ടുപോയെടുക്കാണ്ടായിരുന്നത്. അപ്പോൾ മുകളിലത്തെ ടയർ കുറച്ച് ടോൾ കേക്ക് ആണല്ലോ, ടോളായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞ്, കംപ്ലയിൻ്റ് ആവും അല്ലെങ്കിൽ ട്രാവലിൻ്റെ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സീനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാവും, പിന്നെ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ ഒരു ബോക്സിൽ, വേറൊരു ബോക്സിലാക്കിയിട്ട് കുടുംബസമേതാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം സ്കൂളിലേത് ദിവസമായിരുന്നു. അപ്പോൾ മക്കൾ 3 ആളുണ്ട്, പിന്നെ താത്താൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിൽ പരിപാടി നടക്കുന്ന വീട്ടിലും നിറച്ച് കുട്ടികളുണ്ട് കേട്ടോ. അവരൊക്കെ ചുറ്റിലും വന്നിട്ട് ഓരോരോ കമൻറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമല്ലേ, നമ്മളെ വീട്ടിൽ മക്കളുള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞങ്ങൾക്ക് അവിടുന്ന് പായസമൊക്കെ കിട്ടിയിട്ട് അടിപൊളി പായസമായിരുന്നു. പക്ഷേ എനിക്ക് നോമ്പായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. മക്കളൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ എണ്ണ കടിച്ച് പെട്രോള് നല്ല ചിലവാണ്, തീരെ മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് സെക്കൻഡായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേക്ക് വെഡിങ് വെച്ചാൽ നമുക്ക് നമ്മൾ സാധാ ഐസിങ് ചെയ്യാനുള്ള കുറച്ച് ക്രീം എടുക്കുക. നോർമലി ഒരു ടയർ കേക്ക് റെഡ് ഉള്ളൂ. അപ്പോൾ ആ ഒരു ടയർക്കുള്ള ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് കളർ ഒഴിച്ച് കൊടുക്കുക. പക്ഷെ നമുക്ക് കറക്റ്റ് റെഡ് കളർ കിട്ടൂല. എന്നാലും ആ റെഡ് കളർ വെച്ചിട്ട് നമ്മളിത് ഐസിങ് ചെയ്യുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം വീണ്ടും എടുത്തിട്ട് ഒരു കുറച്ചധികം നേരം 4-5 ഡ്രോപ്പ് തന്നെ വീണ്ടും റെഡ് കളർ ഒറ്റിച്ച് കൊടുത്താൽ മാജിക് റെഡ് ആണ് കേട്ടോ. അപ്പം ആ റെഡ് ഒറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം റെഡ് കളർ കിട്ടും. അപ്പോൾ കുറച്ച് ക്രീം ആകുമ്പോൾ നമ്മൾ കൂടുതൽ കളർ ഒറ്റിച്ച് കൊടുത്താൽ നല്ല കറക്റ്റ് റെഡ് കിട്ടും. അത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ഔട്ടർ കവർ എന്ന പോലെ വീണ്ടും ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു കറക്റ്റ് റെഡ് കളർ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ആ ഒരു മിനുക്കം ടെസ്റ്റ് ഉണ്ടല്ലോ, സീക്വൻസ് പൗഡർ, അത് ആക്കി കൊടുത്തിട്ടുണ്ട്. മാനുവൽ എയർ ബ്രഷിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് അത്രയ്ക്ക് ലോങ് അല്ല നമുക്ക് കൊണ്ടുപോകാനുള്ളത്, കുറച്ചുള്ളൂ. താന്നൂർ കണ്ണന്തളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓഡിറ്റോറിയത്തിൽ കണ്ടത് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് പോയാൽ മതി ഇവിടുന്ന്. നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുകൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ ചെന്നിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. കല്യാണ വീടല്ലേ, അപ്പോൾ ഒരുപാട് ക്രൗഡ്സ് ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ ചെക്കൻ വരുന്ന ടൈമിലാണ് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോയിട്ട് അവിടുന്ന് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു അവർ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ടൈം ഉണ്ടാവുമോ ഒന്നും നമുക്കറിയാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ബോക്സിലാക്കിയ മുതലിനെ പുറത്തെടുത്തിട്ട് വീണ്ടും പരിപാടി കെട്ടുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു കേക്കിന് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ചെരിഞ്ഞിക്കണമെന്നൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആവണമല്ലോ. അപ്പം കുഴപ്പമൊന്നുമില്ല, സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു നൈഫ് എടുക്കുക, അതിന് ശേഷം നൈഫ് എടുത്താൽ നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലത്തെ ടയർ ചെറുതും താഴത്തെ ടയർ വലുതുമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ 2 kg ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ടോൾ കേക്ക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 kg തന്നെ ഹൈറ്റ് കൂട്ടി ചെയ്യണമെന്നൊക്കെ പറയില്ല ചില കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ചെയ്തെടുക്കാം പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പം 2.5 കിലോയിൽ ചെയ്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. 2 കിലോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ 2.5 കിലോ ആയതാണ്. സ്പഞ്ച് ബാക്കി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തപ്പോൾ ഹൈറ്റ് കൂടിയതാണ് ഏറ്റവും ടോപ്പത്തെ ടയർ. അതുകൊണ്ടാണ് വെയിറ്റ് കൂടാൻ കാരണം. വെയിറ്റ് കുറച്ചിട്ട് ചെയ്യുക എപ്പോഴും. നമ്മൾ ടോപ്പ് ടയർ എപ്പോഴും വെയിറ്റ് കുറച്ചിട്ട് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കേക്കും കിട്ടും. ടയർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ കേക്കിനെ നന്നായിട്ട് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ വെയിറ്റ് കൂടിയതുകൊണ്ട് നമ്മളുടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൂടിയൊക്കെ ലെവലാക്കി ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ഫ്ലവർ ആയിരുന്നു നമുക്ക് റെഫറൻസ് പിക്കിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫ്രഷ് ഫ്ലവർ കിട്ടാത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. രണ്ടും റേറ്റ് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനാണെങ്കിലും ഫ്രഷ് ഫ്ലവറിനാണെങ്കിലും
സെയിം റേറ്റ് ആണെന്ന് പറയാം കേട്ടോ. പിന്നെ ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ നമുക്ക് ആ ഒരു വൺ ടൈം യൂസിങ്ങിനെ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആകുമ്പോൾ നമുക്കൊരു ഓരോരോ ബഞ്ചസ് ആയിട്ട് വാങ്ങിച്ചാൽ അതിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് വീണ്ടും വേറെ കേക്കിലേക്കൊക്കെ വെച്ച് കൊടുക്കാം. ഫ്ലവറിന് വരുന്നത് ഒരു 280 രൂപയാണ്. അത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന റേറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന റേറ്റും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കേക്കിന് റേറ്റ് ഇടുമ്പോൾ കേക്കിന് എക്സ്ട്രാ റേറ്റ് പറയല്ലോ കേട്ടോ. കേക്കിൻ്റെ ഫ്ലേവർ പ്ലസ് ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് പ്ലസ് പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് പ്ലസ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചെടുത്തില്ലേ അതിൻ്റെ റേറ്റ് എല്ലാത്തിനും എക്സ്ട്രാ റേറ്റ് പറഞ്ഞിട്ട് കേട്ടോ കേക്കിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പേരെഴുതിയിട്ടുള്ള അജുഷറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിം വെച്ചെടുത്തിട്ടുണ്ട്. കാരറ്റ് പാക്ക് നാട്ട എല്ലാം ഞാൻ ചെയ്യിക്കാറുള്ളത് വാങ്ങിക്കാറുള്ളത് ഫ്ലവേഴ്സ് ആണെങ്കിലൊക്കെ നമ്മൾ ഏറെ വാങ്ങിക്കാറുള്ളത് അവിടെ നിന്നാണ്. നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് അവർ ചെയ്ത് തരും കേട്ടോ. നമ്മളിപ്പോൾ പോയാലും സാധനങ്ങളുണ്ടാവും, സൺഡേ മാത്രം ഹോളിഡേ ഉള്ളൂ. അപ്പം അതും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് മുഴുവനായിട്ട് നമ്മൾ ഈ കേക്കിൽമൊക്കെ വെച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊരു വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ നമുക്ക് എളുപ്പപ്പണിയല്ലേ, പെട്ടെന്ന് കഴിയുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം പിടിച്ച് പോയി വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഇത് ഞാൻ അവിടെ പോയി കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളവിടെ എത്തി സാധനം സ്റ്റേജിൽ എത്തിച്ചു കൊടുത്തതും മണവാളനും മണവാട്ടിയും എത്തിയതും ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ സമാധാനമായിട്ട് തിരിച്ചു പോരാൻ പറ്റി. പിന്നെ തിരിച്ചു പോരുമ്പോൾ ഞാൻ വേറൊരു വീട്ടിൽ പോകണ്ടായിരുന്നു, കസിൻ്റെ വീട്ടിൽ. അവിടെ പോയപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മൂഞ്ചി തിരിച്ചു പോരുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും bye.